ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്ന് ഇതാക്കുന്നത് ഞാൻ നമ്മളെപ്പോലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പറ്റിയ അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പൊ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ബീഫാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ചില സമയം നമുക്ക് അധികം മൂപ്പായ ഇറച്ചിയൊക്കെ ആയിരിക്കും കിട്ടുക. ആ ഒരു സമയത്ത് ചിലപ്പോൾ വേവാനൊക്കെ കുറേ താമസം പിടിക്കും. അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ, ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടി ഞാനിതാ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാ ഞാനിത് തൈര് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മസാല പൊരിക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനോ എന്താണെന്നോ അതിനനുസരിച്ച് നമ്മൾ മസാലകളൊക്കെ തേച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ബീഫായാലും മട്ടൻ ആയാലും ഒക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേ. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ? ചില സമയം നമ്മൾ രാവിലെ പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ബാലൻസ് വരുമല്ലേ? ആ ഒരു സമയം നമ്മൾ എന്താക്കുക, ബാക്കിയുള്ള പത്തിരി എടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണക്കിയെടുത്തത്. ഇത് 1-2 ആഴ്ച പഴക്കമുള്ള ഒരു പത്തിരിയാണ് കേട്ടോ. ഈ ഒരു പത്തിരി നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സാധാ സ്നാക്സ് ഒക്കെ പൊരിക്കുന്ന പോലെ തന്നെ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. പത്തിരി ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഉപ്പൊക്കെ ചേർത്തതാണ്, പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒട്ടും ടേസ്റ്റ് ഇല്ല, പക്ഷെ കഴിക്കാൻ നല്ല കറുമുറാന്ന് കഴിക്കാൻ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം മഴയൊക്കെ പെയ്യുന്ന സമയമല്ല, ഈ ഒരു സമയത്തൊക്കെ കട്ടൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ സൗണ്ട് നോക്കിയൊക്കെ കണ്ടോ, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഞാനിതാക്കുന്ന ഒരു 10-12 ഉള്ളി ഞാനിവിടെ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടാണ് കേട്ടോ. അപ്പോൾ കടലപ്പൊടി ഒന്നുമില്ലാതെ നല്ല ക്രിസ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവടാണ്. അപ്പോൾ ഇതിലേക്ക് ഇതാക്കുന്ന ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ലേ കുഞ്ഞുങ്ങളുള്ളതിനെ കൊണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതാക്കുന്ന വെളുത്തുള്ളി ഇഞ്ചും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ മല്ലിച്ചപ്പ് അതേപോലെ കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാല ആണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവുക. ചിക്കൻ മസാല കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതിന് കിട്ടുക. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രിസ്പി, പുറമെ നല്ലൊരു ക്രിസ്പി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഉള്ളു നല്ല സോഫ്റ്റും അതേപോലെ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ചേർത്ത് ഇങ്ങോട്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഉള്ളിവടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എണ്ണ ചൂടായതിനു ശേഷം ഇതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടലപ്പൊടി ഒന്നും ചേർക്കാതെ നമ്മൾ വീട്ടിലുള്ള കുത്തിരിപ്പൊടിയും മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് ഒരൊറ്റ മുട്ട ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിലുള്ളൊരു ഉള്ളിവട നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാക്കുന്നു കണ്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വലിപ്പം കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതാക്കുന്നത് നല്ല പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുമല്ലേ? നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് 4ാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഉണക്കമീനാണ് കേട്ടോ. ഉണക്കമീനിൽ ചില സമയം വാങ്ങുമ്പോൾ ഇതാക്കുന്നത് ഇതേപോലെ നന്നായിട്ട് ഉപ്പുണ്ടാവും കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ ഉപ്പാണ്. ചിലപ്പോൾ പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണക്കമീൻ കഴിക്കാൻ കൂടി ഉണ്ടാവും, പക്ഷെ എന്താണ് ഉപ്പായതുകൊണ്ട് നമുക്ക് കഴിക്കാനും കഴിയില്ലല്ലേ. അപ്പം എന്ത് ചെയ്യുക, കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചതാണെങ്കിൽ അതിലുള്ള ഉപ്പ് മൊത്തം പോയാൽ പിന്നെ നമുക്കത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ ആവശ്യമില്ല, അത്രയും സമയം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സാധാ പോലെ തന്നെ ഇതൊന്ന് എന്ത് ചെയ്യുക, പൊരിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഉണക്കമീൻ നമുക്ക് അധികമുള്ള ഉപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, പൊരിച്ചെടുക്കാൻ കഴിയും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി 5ാമത്തെ ടിപ്സ് എന്താ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് കുറച്ച് അരി ഞാൻ
തലേന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുത്തപ്പം അഥവാ ഓട്ടലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാക്കുന്ന ഒന്ന് അരിയൊക്കെ അരിച്ചെടുത്തതിന് ശേഷം ആ ജാറൊന്ന് കഴുകിയിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ലൂസിലുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അത് കട്ടിയായാലും ഓട്ടട നമുക്ക് റെഡി ആയി കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ഓട്ടട ഉണ്ടാക്കിയാൽ നന്നാവില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കുള്ളൊരു ടിപ്സാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി ഞാനിത് അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇനി ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട നിങ്ങൾക്ക് മുട്ടേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. മുട്ടയും കൂടെ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ്, മക്കൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ മുട്ട ചേർത്തത്. ഇനി ഞാനിതാക്കുന്നവിടെ ഓട്ടടയിലെ ചട്ടി, കുത്തപ്പത്തിൻ്റെ ചട്ടി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചൂടാവണം കേട്ടോ. നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകണം. ആ ഒരു രീതിയിൽ ചൂടാവണം കേട്ടോ. എന്നാലേ ഇത് ശരിയായ രീതിയിൽ റെഡി ആയി കിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഇതേപോലെ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകണമല്ലേ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 2 ടീസ്പൂണ് മാവാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ചുറ്റും ബബിൾസ് വരുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. മൂടി വെച്ചതിന് ശേഷം ഈ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓട്ടട അവിടെ കിട്ടിയിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ ചേർത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഓട്ടട അഥവാ കുത്തപ്പാണിത്. അപ്പോൾ പുറമതാ ഈ ഒരു ബേക്ക് ഭാഗം കണ്ടില്ലേ, അത് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. മുട്ട ചേർത്തതിനെ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ കിട്ടുന്നത് കേട്ടോ. മുട്ട ചേർത്തില്ലെങ്കിലും ചട്ടിയിൽ കിട്ടും, എന്നാലും ഒന്നുകൂടി പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് 6ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് എന്താ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മളെ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന അരി ഉണ്ടല്ലോ, അധികം ആൾക്കാരും അത് വെന്ത് പോകുന്നു വിചാരിച്ചിട്ട് കുക്കറിലൊന്നും വേവിക്കാറില്ല അല്ലേ. എന്നാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും വേണ്ടില്ല കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ ഒറ്റ വിസിൽ അടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അതാക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഒന്നിനോട് ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ കുറച്ച് വെന്ത് പോവുകയാണെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതായത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത 7ാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി മോരുകറിയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, ചിലപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിതൊന്ന് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങയും അതേപോലെ ചെറിയ ജീരകമൊക്കെ ചെറിയുള്ളിയൊക്കെ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൂസ് കറിയാണ് കേട്ടോ. ഇതൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇതാക്കുന്ന അതിന് കർമൂസ് എടുത്തിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അതേപോലെ അതിന് ശേഷം കുറച്ച് തൈരും കൂടി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതേപോലെ കറിവേപ്പിലയും മുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വറവിട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മോരുകറിയാണ് കേട്ടോ. പപ്പായ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളരി വെച്ചിട്ടൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ. പപ്പായ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 8ാമത്തെ ലാസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ചായ തിളയ്ക്കാൻ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചായ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും കേട്ടോ. അതുതന്നെയല്ല ചായക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ടിപ്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.